ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജോളിസ് കുലീന. ഇത് ഞാൻ ബീഫ് വെച്ചിട്ട് ഒരു പാൽക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഇടിയപ്പത്തിൻ്റെയൊക്കെ കൂടെ ചോറിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ പറ്റുന്ന ഒരു ബീഫ് കൊണ്ടുള്ളൊരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കാണാം നമുക്ക് വീഡിയോ. ബീഫ് പാൽക്കറി വെക്കുന്നതിന് വേണ്ടിയിട്ട് ബീഫ് ഞാൻ കുക്കറിലിട്ടിട്ടുണ്ട്. 1/4 കിലോയാണ്. അതിലേക്ക് കുറച്ച് പച്ചമുളക്, ഒരു വലിയ പീസ് ഇഞ്ചി, കുറച്ച് കറിവേപ്പില, കുറച്ച് ഉപ്പ്. ഇത് വേവിച്ചെടുക്കാം. ബീഫ് പാൽക്കറി വെക്കാനായിട്ട് ഒരു ചട്ടിയിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി അതിലേക്ക് ഒരു 2 ചെറിയ സവാള കട്ട് ചെയ്തത്, ഒരു 3-4 വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത്, കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില. ഇത്രയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇഞ്ചിയും സവോളയും വെളുത്തുള്ളിയും ഒക്കെ നന്നായിട്ട് വഴറ്റി കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇതിലോട്ടിട്ടു. ഇനി 1-2 സാധനങ്ങളും കൂടെ ഇടാനുണ്ട്. ഒരു ഉരുളക്കിഴങ്ങ് ഇതിലോട്ട് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞു കുറച്ച് മുരിങ്ങയ്ക്ക. ഇപ്പോൾ ഏതെങ്കിലും ഒന്നിട്ടാലും മതി. മുരിങ്ങയ്ക്ക ഇടുന്നതാണ് ടേസ്റ്റ് കൂടുതൽ. മുരിങ്ങയ്ക്ക ഇട്ട് ഇതൊന്ന് വെന്ത് കിട്ടട്ടെ. പാൽക്കറിക്ക് വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ മുറി തേങ്ങ തിരികെ മിക്സിയിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് ഗരം മസാല. ഇത്രയായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക. അപ്പോൾ മുരിങ്ങയ്ക്കായും ഉരുളക്കിഴങ്ങും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ബീഫ് ഇതിലൂടെ ഇട്ട് കൊടുത്തല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലോട്ട് ഒഴിച്ചെടുക്കുകയാണ്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. വെന്ത് കഴിഞ്ഞപ്പോൾ എപ്പോഴൊക്കെ കറക്റ്റാവും. ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പ് ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇത് അപ്പത്തിൻ്റെ കൂടെ ആണെങ്കിലും അല്ലെങ്കിൽ ഇടിയപ്പം, ചപ്പാത്തി, ചോറ് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറിയാണ് ഈ ബീഫ് പാൽക്കറി. അപ്പോൾ ബീഫ് കിട്ടുമ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ.
തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ട് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഓഫ് ചെയ്യാം. നന്നായിട്ട് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, ഈ ഒരു പരുവത്തിൽ ഇറക്കണം. വെന്ത് കഴിഞ്ഞ് അപ്പോൾ ഇനി അടുപ്പ് ഓഫ് ചെയ്യാം.